സിമ്പിൾ, നീറ്റ് ആൻഡ് റോങ്. ചില ആർഗ്യുമെന്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇത് ശരിയാണല്ലോ എന്ന് തോന്നാറുണ്ട്. പക്ഷെ ഒന്നും കൂടി അനലൈസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാറുമുണ്ട്. അങ്ങനെയുള്ള ഒരു ആർഗ്യുമെന്റ് നമുക്ക് പരിശോധിക്കാം. ഇപ്പോൾ ഹണി റോസും രാഹുൽ ഈശ്വറും തമ്മിൽ ഒരു വഴക്ക് നടക്കുന്നുണ്ട്. ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതിയെ വിമർശിച്ചുകൊണ്ട് രാഹുൽ ഈശ്വർ പല സാമൂഹ്യ മാധ്യമങ്ങളിലും ചാനലുകളിലും കയറി ഇറങ്ങുകയാണ്. രാഹുൽ ഈശ്വറിൻ്റെ വാദം എന്താണെന്ന് വെച്ചാൽ ഹണി റോസിൻ്റെ വസ്ത്രധാരണ രീതി ശരിയല്ല, അത് നമ്മുടെ പരമ്പരാഗതമായ നമ്മുടെ സാംസ്കാരിക മൂല്യങ്ങൾക്ക് എതിരാണ്. അപ്പോൾ വസ്ത്രധാരണ രീതി തെറ്റാണ്, അങ്ങനെയൊന്നും ഡ്രസ്സ് ഇടാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് രാഹുൽ ഈശ്വർ അതിനെ അവതരിപ്പിക്കുന്നത്. ഹണി റോസ് അതിനെതിരെ ഒരു ഫേസ്ബുക്കിൽ ഒരു കുറിപ്പിടുകയുണ്ടായി. അപ്പോൾ ഹണി റോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വറിൻ്റെ ഈ പ്രവൃത്തി ഇതൊരു സംഘടിതമായ ഒരു സൈബർ ബുള്ളിങ്ങിലേക്കും തൊഴിൽ നിഷേധത്തിലേക്കും മാനസികമായ പ്രശ്നങ്ങളിലേക്കും ഹണി റോസിനെയും കുടുംബത്തെയും നയിക്കുന്നു, അതുകൊണ്ട് പരാതിപ്പെടുന്നു എന്ന് പറഞ്ഞൊരു കുറിപ്പ് എഴുതുകയുണ്ടായി. അപ്പോൾ ഇവിടെ രാഹുൽ ഈശ്വറിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ടല്ലോ, എല്ലാ വ്യക്തികൾക്കും അവരുടെ ഇഷ്ടമുള്ള അഭിപ്രായങ്ങൾ തുറന്ന് പറയാനുള്ള അവകാശമുണ്ടല്ലോ. അപ്പോൾ രാഹുൽ ഈശ്വറിനും ആ അവകാശമുണ്ട്. ചിലർ പറയും രാഹുൽ ഈശ്വറിൻ്റെ വാദം ശരിയല്ല എങ്കിൽ പോലും അത് പറയാനുള്ള അവകാശം രാഹുൽ ഈശ്വറിന് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ഈ ആർഗ്യുമെന്റ് ശരിയല്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് തോന്നിയേക്കാം വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന മൗലികമായ ഒരവകാശമല്ലേ, അപ്പോൾ അതിനെ നമുക്ക് നിഷേധിക്കാൻ പറ്റില്ലല്ലോ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ തോന്നിയേക്കാം. പക്ഷേ എങ്കിലും ഇതിനകത്ത് ചില തെറ്റുകളുണ്ട്. അതെന്താ നമുക്ക് പരിശോധിക്കാം. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് രണ്ട് കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് നെഗറ്റീവ് ലിബർട്ടിയും ഒന്ന് പോസിറ്റീവ് ലിബർട്ടിയും. ഇപ്പം ഹണി റോസിൻ്റെ നെഗറ്റീവ് ലിബർട്ടി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഹണി റോസിന് വസ്ത്രധാരണം അത് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും ഉണ്ട്. ഹണി റോസ് ആ പൗരാവകാശമാണ് വിനിയോഗിക്കുന്നത്. അപ്പോൾ അതിൽ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല. പക്ഷേ രാഹുൽ ഈശ്വർ അത് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അത് കോൺസ്റ്റൻ്റ്ലി ചെയ്ത് ഒരു ഹരാസ്മെൻറ്റ് ലെവലിലേക്ക് ചെയ്യുന്നുണ്ട്. രാഹുൽ ഈശ്വർ മാത്രമല്ല വേറെ പലരും ചെയ്യുന്നുണ്ട്. അത് ഹണി റോസിൻ്റെ നെഗറ്റീവ് ലിബർട്ടീൻ്റെ മേലുള്ള കടന്നുകയറ്റമാണ്. ഇനി പോസിറ്റീവ് ലിബർട്ടി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യാനും നമുക്ക് വളരെ സേഫായിട്ടുള്ള സാഹചര്യത്തിൽ നമ്മളുടെ ആത്മസാക്ഷാത്കാരത്തിനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സാമൂഹിക അവസ്ഥ ഉണ്ടാവുക എന്നുള്ളതാണ് പോസിറ്റീവ് ലിബർട്ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹണി റോസിൻ്റെ പോസിറ്റീവ് ലിബർട്ടി ഇവിടെ ഹനിക്കപ്പെടുന്നുണ്ട്. ഹണി റോസ് പറയുന്നുണ്ട് തൊഴിൽ നിഷേധം നടക്കുന്നു, സംഘടിതമായ സൈബർ ബുള്ളിങ് നടക്കുന്നുണ്ട്. അപ്പോൾ ഹണി റോസിനും കുടുംബത്തിനൊക്കെ അത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു. അപ്പം സേഫായി സമാധാനപൂർവ്വം ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഹണി റോസിൻ്റെ അവകാശത്തെ ഇവിടെ ലംഘിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു വ്യക്തിയുടെ മൗലികമായ സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴും അത് മറ്റു വ്യക്തികളുടെ മറ്റു സ്വാതന്ത്ര്യങ്ങളെ ഹനിക്കാനുള്ള ലൈസൻസ് ആവുന്നില്ല. ഇവിടെ രാഹുൽ ഈശ്വറിൻ്റെ പ്രവൃത്തി അഭിപ്രായ സ്വാതന്ത്ര്യമാണെങ്കിലും അത് മറ്റു വ്യക്തികളുടെ സ്വാതന്ത്ര്യങ്ങളെ ലംഘിക്കുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല. എങ്കിലും എന്തായാലും കോടതിയിൽ കേസ് നടക്കുന്നു, നമുക്ക് വിധി എന്താണെന്ന് കണ്ടറിയാം.